ഈരാറ്റുപേട്ടയെ പീതസാഗരമാക്കി മാറ്റിക്കൊണ്ട് ഈഴവ മഹാസംഗമം വ്യാഴാഴ്ച നടക്കും. SNDP യോഗം മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടനാ രംഗത്ത് 3 പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ച യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്നേഹാദരവ് നൽകിക്കൊണ്ടാണ് ഈഴവ മഹാസംഗമം നടക്കുന്നത്. മെയ് 22-ന് 3 മണിക്ക് ഈരാറ്റുപേട്ട PTMS ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും മുട്ടം കവലയിൽ നിന്നും 501 കുമാരി സംഘം പ്രവർത്തകരും 100 കണക്കിന് വനിതാ സംഘം പ്രവർത്തകരും ചേർന്ന് വിവിധ നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരിച്ച് സമ്മേളന നഗരിയിലേക്ക് ആനയിക്കും. തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ അണിചേരുന്ന ഈഴവ മഹാസംഗമവും ശാക്തേയം സ്ത്രീശക്തി സമാപന സമ്മേളനവും നടക്കും. സമ്മേളനം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിയൻ ചെയർമാൻ OM സുരേഷ് ഇട്ടിക്കുന്നേൽ, കൺവീനർ MR ഉല്ലാസ്, വൈസ് ചെയർമാൻ സജീവ് വയല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈരാറ്റുപേട്ടയിലെ മഹാസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മഹാസമ്മേളനം നഗർന്ന് SNDP യോഗത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ ആദരണീയനായ R ശങ്കർ സാറിൻ്റെ നാമധേയമാണ് നൽകിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട PTMS ഓഡിറ്റോറിയത്തിലാണ് മഹാസമ്മേളനം നടക്കുന്നത്. മഹാസമ്മേളനത്തിൽ SNDP യോഗത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിന് 30 വർഷം കർമ്മപഥത്തിൽ പൂർത്തീകരിച്ചതിന് സ്നേഹാദരവ് നൽകുകയാണ്. സമ്മേളനത്തിന് മുന്നോടിയായി ശാഖാ മീറ്റിംഗുകളും മേഖലാ മീറ്റിംഗുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ OM സുരേഷ് ഇട്ടിക്കുന്നേൽ അധ്യക്ഷനായിരിക്കും. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. സജീഷ് മണലയിൽ ആമുഖ പ്രസംഗം നടത്തും. യൂണിയൻ കൺവീനർ MR ഉല്ലാസ് സ്വാഗതം ആശംസിക്കും. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതിഷ് മോഹൻ, കേരള കൗമുദി ജില്ലാ ചീഫ് ബാബുരാജ്, വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, AD സജീവ് വയല, KR ഷാജി, അനീഷ് പുല്ലുവേലിൽ, CT രാജൻ, KG സാബു, CP സുധീഷ്, സജി കുന്നപ്പള്ളി, സംഗീത അരുൺ കുളമ്പള്ളി, ഗോപൻ പിറയാർ, മിനർവ മോഹൻ എന്നിവർ പ്രസംഗിക്കും. ഷാജി തലനാട്, അനീഷ് പുല്ലുവേലി, CT രാജൻ, KG സാബു, സുധീഷ് ചെമ്പൻകുളം, സജി ചേന്നാട്, സംഗീത അരുൺ കുളമ്പള്ളി, രാജി ജിജിരാജ്, ഗോപൻ പിറയാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.